ഇപ്പോൾ വരുന്ന ഒരു വാർത്തയിലേക്കാണ്. കോതമംഗലത്തിന് സമീപം കോട്ടപ്പടിയിൽ കാട്ടാന കിണറ്റിൽ വീണു. കൃഷി ആവശ്യത്തിന് വീട്ടുവളപ്പിൽ നിർമ്മിച്ച കിണറ്റിലാണ് കൊമ്പൻ വീണത്. ലാൽ കൃഷ്ണയുണ്ട് വിവരങ്ങളുമായി. ലാൽ, ഈ മേഖലയിലൊക്കെ സ്ഥിരമായി ഇങ്ങനെ പറമ്പിലേക്ക് വന്യമൃഗങ്ങൾ എത്തുന്നു, കിണറ്റിൽ വീഴുന്നു. ഇത് ആവർത്തിക്കുകയാണല്ലോ. ഈ വനം വകുപ്പ് ഉദ്യോഗസ്ഥരോ മറ്റോ സ്ഥലത്തെത്തി ഇതിനെ കരയ്ക്ക് കയറ്റാനുള്ള നടപടികൾ തുടങ്ങിയിട്ടുണ്ടോ? ഗൂഗിള് 8:30 കൂടിയാണ് ഈ കോട്ടപ്പടിയിലെ മുടത്തുംപാറ എന്ന് പറയുന്ന മേഖലയിൽ ഒരു കാട്ടാന കൂട്ടം തന്നെ എത്തിയത്. കൊമ്പനും പിടികളടങ്ങുന്ന ഒരു വലിയ കൂട്ടം തന്നെയാണ് അവിടെ എത്തിയത്. ഇതൊരു ജനവാസ മേഖലയാണ്. നേരത്തെയും കാട്ടാനക്കൂട്ടം എത്തി വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ഒരു പ്രദേശമാണ് ഇവിടെ. ഇതിനകത്ത് ഒരു കൊമ്പനാണ് ഈ കൃഷി ആവശ്യത്തിനെടുത്ത കിണറ്റിലേക്ക് വീണുപോയത്. കിണറെന്ന് തന്നെ നമുക്ക് വിളിക്കാൻ പറ്റും. നല്ല ആഴമുള്ള ഒരു കിണറായിരുന്നു അത്. അതിൽ വെള്ളം പകുതി മുക്കാലോളം ഉണ്ടായിരുന്നത് കൊണ്ട് ഏകദേശം 1/4 മണിക്കൂറോളം കൊമ്പൻ തന്നെ ശ്രമമെടുത്ത് അവിടെ നിന്ന് തിരിച്ചു കയറി പോവുകയാണ്. അതായത് ഒരു 9-9:15 കൂടി കൊമ്പൻ തിരിച്ചു കയറി പോകുന്ന സ്ഥിതിയുണ്ടായി. പക്ഷേ ആ സമയത്ത് അത്രയും നേരം ആ മേഖലയിൽ ആകെ ഒരു ഭീതി പടർത്തുന്ന രീതിയിലാണ് കാട്ടാനക്കൂട്ടം ഇടപെട്ടുകൊണ്ടിരുന്നത്. ഇത്രയും കാട്ടാനക്കൂട്ടം ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ നാട്ടുകാർക്ക് ആർക്കും അടുത്തേക്ക് പോകാനും സാധിച്ചില്ല. ഭയപ്പാടോടുകൂടി അവരെല്ലാവരും മാറി നിൽക്കുകയായിരുന്നു. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ മുമ്പും പല സമയത്ത് കാട്ടാനക്കൂട്ടം എത്തി ആളുകളെ ഭയപ്പെടുത്തി ഓടിപ്പിച്ചിട്ടുള്ള മേഖല കൂടിയാണ്. ഇതിനു മുമ്പ് ഒരു തവണ കോട്ടപ്പടിയിൽ കാട്ടാന വീണത് സമാനമായ പ്രദേശത്ത് തന്നെയാണ്. അവിടെ നിന്ന് അന്ന് കാട്ടാനയെ ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് രക്ഷപ്പെടുത്തി കാട്ടിലേക്ക് കയറ്റിവിടുന്ന സമയത്ത് പോയ മേഖലയിലാണ് ഇപ്പോൾ കാട്ടാന കൊമ്പൻ കിണറ്റിൽ വീണ ഈ പ്രദേശം, ഈ പറമ്പ് ഉള്ളത്. ഇവിടെ തന്നെയാണ് ഈ പ്രശ്നങ്ങൾ വീണ്ടും രൂക്ഷമായിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഫയർഫോഴ്സ് എത്തുന്നതിന് മുമ്പ് തന്നെ കാട്ടാന തിരിച്ചു കയറി പോവുകയായിരുന്നു. ഏതായാലും വീണ കൊമ്പൻ തിരിച്ചു കയറി പോയതുകൊണ്ട് കിണറിടിച്ച് ആ ഉടമയ്ക്ക് നഷ്ടമുണ്ടായില്ല. ഇല്ലെങ്കിൽ ആ കിണറിടിച്ചോ മറ്റോ മുൻപ് ഇത്തരം സാഹചര്യങ്ങളിലൊക്കെ കിണറൊക്കെ ഇടിച്ച് നികത്തിയും ഒക്കെയാണ് ഈ ആനകളെ രക്ഷപ്പെടുത്തിയിട്ടുള്ളത്. ഏതായാലും കൊമ്പൻ തന്നെ കയറിപ്പോയത് ഉടമയ്ക്ക് ഏതായാലും ആശ്വാസമായി. ലാൽകൃഷ്ണയാണ് വിവരങ്ങൾ നൽകിയത്.